നിങ്ങൾ വെല്ലുവിളിച്ചിട്ടിപ്പോ എന്തായി? അവിടെ അവരുടെ കല്യാണത്തിന്റെ ചടങ്ങുകൾ നടക്കുക. അത് സഹിക്കാൻ വയ്യാതെയാണ് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. മതി നിന്റെ പരിഹാസം. നിർത്തിക്കോ. എന്നെ തോൽപ്പിച്ചൊന്നും നീ വിചാരിക്കുന്നുണ്ടാവും. അത് വെറുതെ, അതിനധികം ആയുസില്ല. വെല്ലുവിളിച്ച് തോറ്റുപോകുന്നവരുടെ ആശ്വാസം മാത്രം നിങ്ങൾ ഇപ്പൊ ഈ പറയുന്നത്. അവര് രണ്ടുപേരും കൂടി നല്ല അന്തസ്സായിട്ട് ജീവിക്കും, നിങ്ങളുടെ കൺമുന്നിൽ തന്നെ. എങ്കിലേ നിനക്ക് തെറ്റിപ്പോയി. അവന്റെ യഥാർത്ഥ രൂപം ഇനിയും നിനക്ക് മനസ്സിലായിട്ടില്ല. അത് ശരിയായിരിക്കും. അവനെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത് നിങ്ങൾക്കാണല്ലോ. പക്ഷേ നിങ്ങൾക്കറിയാത്ത ഒന്ന് എനിക്കറിയാം. അവര് തമ്മിൽ നല്ല സ്നേഹത്തില്, ഒരുമിച്ച് ജീവിക്കാൻ വേണ്ട മനപ്പൊരുത്തവും ഇഴയടുപ്പവും അവർക്കിടയിലുണ്ട്. ചിക്കൻ ബോക്സ് പിടിച്ചു കിടന്നപ്പോ ഞാനത് മനസ്സിലാക്കിയിട്ടുള്ളതാ. അതുകൊണ്ട് ഈ ചടങ്ങ് നടത്താൻ ഞാൻ മുൻകൈയെടുത്തത്. അവളെടുത്ത് മടി വെച്ചിരിക്കുന്നത് തീക്കനലിനെയാണെന്ന് താമസിയാതെ അവൾക്ക് മനസ്സിലാവും. ഈ സന്തോഷമെല്ലാം അന്ന് അവസാനിക്കും. എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് നമുക്ക് കാണാം. കാണാൻ പോകുന്ന കാഴ്ചയെ നീ വിചാരിക്കുന്നതല്ല. അവളുടെ ജീവിതം കത്തിയിരിയാനാ പോകുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് അവളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനൊക്കെ നീ മാത്രമായിരിക്കും ഉത്തരവാദി. ആ ജ്യോത്സ്യം പറഞ്ഞാ ശരി. അശുഭമായ സമയത്ത് താലി കെട്ടിയവരാ അവര്. അത് അധികകാലം നീണ്ടു നിൽക്കില്ല. അതിന്റെ സൂചനയാണ് ഇപ്പൊ വീണ്ടും കണ്ടത്. പൂജാമുറിയിലെ വിളക്ക് മറിഞ്ഞു വീണില്ലേ? അതൊരു നല്ല സൂചനയാണോ? ഒരു വിളക്ക് വീണതുകൊണ്ട് അവരുടെ ഉള്ളിലെ സ്നേഹമൊന്നും ഇല്ലാതാവുന്നില്ല. അവര് തമ്മിൽ വേർപിരിയാനും പോകുന്നില്ല. നിങ്ങൾ കരുതുന്ന പോലെയല്ല യഥാർത്ഥത്തിൽ ധനുഷ്. അവളോടുള്ള അവന്റെ സ്നേഹം ആത്മാർത്ഥത നിറഞ്ഞത് തന്നെയാ. അത് നിങ്ങൾക്കെപ്പോഴും മനസ്സിലായിട്ടില്ല. ജീവിതത്തിലെ ഏത് കടമ്പയും മറികടക്കാൻ അവര് തമ്മിലുള്ള മനപ്പൊരുത്തം തന്നെ ധാരാളമാ.